ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് വെക്കുന്ന ഒരു കറിയാണ്. നമ്മൾ സാമ്പാർ, അവിയൽ, തോരൻ അതൊക്കെ വെക്കുന്ന നമുക്ക് ഒത്തിരി താമസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ കറി നമുക്ക് എത്രയും പെട്ടെന്ന് വെക്കാവുന്ന ഒരു അടിപൊളി കറിയാണ് ഞാനിന്ന് വെക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കറി വെക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് ഈ കറി വെക്കുക. അത് എന്നാ കറിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മീൻകറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഈ മീൻകറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അപാര രുചിയുള്ള മീനാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് വെക്കാവുന്ന കറിയാണ്. ഇത് പാചകം അറിയാൻ വയ്യാത്തവർക്കും ഈ കറി എങ്ങനെ വെക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വെക്കാവുന്ന ഒരു മീൻകറിയാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ പുറകിലിരിക്കുന്ന 2 കലം നെല്ലിക്കയാണ് ഇരിക്കുന്നത്. ആ നെല്ലിക്ക നമ്മുടെ ചാനലിൽ ഇത് മതി. ഇത് ഇച്ചിരി തൈര് ഉണ്ടെങ്കിൽ, നെല്ലിക്ക കറുപ്പിച്ചതിനാൽ ഇച്ചിരി തൈര് ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാം. ഇത് 2 കലത്തിനകത്ത് ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ തീരാറായിട്ടുണ്ട്. ഇപ്പൊ 2 കലം നെല്ലിക്ക ഉണ്ട്. അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് കാണുക. അപ്പൊ നമുക്ക് നമ്മുടെ മീൻകറി എങ്ങനെയാ വെക്കാൻ പോകുന്നത് നമുക്കൊന്ന് കാണാം. അപ്പൊ ഇപ്പോഴാണ് ഇവൻ വന്നത് കേട്ടോ. വന്നപ്പോ അവൻ ചില മീൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മീൻ ഉണ്ടേ വിലക്കുറവാന്നേ മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ അപാര വിലയായിപ്പോയി കേട്ടോ. വില കൂടുതലായിപ്പോ മീനിന്. അപ്പൊ ആ മീൻ മേടിച്ചോണ്ട് വന്നിട്ട് ഇപ്പോഴത്തെ കാര്യം നമ്മൾ മീൻ വീട്ടിൽ കൊണ്ടുവന്ന് വെട്ടി വിഷമിക്കണ്ട. അത് തന്നെ നമുക്ക് കഷ്ണമൊക്കെ ആക്കി നുറുക്കി തരും. പിന്നെ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കിയാൽ മതി. ഇപ്പൊ അവൻ മേടിക്കുന്ന മീനാണ്. ഇത് കേരയാണ്. ഒരു കിലോ എല്ലാം ഇല്ലെന്ന് അവൻ പറഞ്ഞു. 1 കിലോ ഇച്ചിരി കുറവുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ ഈ കറി വെച്ചാലുണ്ടല്ലോ ഇറച്ചി പോലൊന്നും അല്ല. നമുക്കൊരു 3 ദിവസമൊക്കെ നമുക്ക് ആവശ്യമായിട്ട് കൂട്ടാനുള്ള ഒരു മീനാണ്. ഈ വിറകടുപ്പിലാണ് ഞാനിപ്പോ മീൻ. അപ്പൊ മറ്റൊരു കാര്യം കൊണ്ടുണ്ട്, അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ വീഡിയോസിലൊക്കെ അമ്മേനെ ഹെൽപ്പ് ചെയ്ത് ഞാൻ പലപ്പോഴും അമ്മയോ ഞാൻ പറയണില്ല എന്ന് പറഞ്ഞാൽ പോലും അമ്മയ്ക്ക് പറയാൻ വയ്യ. എനിക്ക് കുറച്ച് അറിയുമ്പോൾ ഒരു ശ്വാസം മുട്ടൽ പോലെ വരും. അപ്പൊ പിന്നെ നമ്മളതിനിടയ്ക്ക് നിന്ന് പോലെ. അപ്പൊ ഞാൻ നീയോട് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എങ്കിലെല്ലാം നമുക്ക് വീഡിയോ കയറി പോവുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ പല ആൾക്കാരും പറയും, അയ്യോ അമ്മ തന്നെ പറയുന്നുണ്ട്, നന്നായിട്ട് പറയുന്നുണ്ടെന്ന് പറയും. പക്ഷേങ്കിൽ അമ്മയ്ക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളപ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാനല്ലേ ഉള്ളൂ പറയാനായിട്ടില്ല. ഈ അസുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായത്തിൻ്റെതും ഉണ്ട് കേട്ടോ. അപ്പൊ പ്രായമൊക്കെ ആയി വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു അസുഖം എനിക്കുണ്ട്. അപ്പൊ ഒരു സഹായം ഇല്ലാതെ നമുക്ക് പറ്റൂല. ഇനി അങ്ങോട്ട് മുന്നോട്ടും നമുക്കൊരു സഹായം വേണം. അപ്പൊ നിങ്ങൾ വിചാരിക്കാം എന്നാ പിന്നെ ഇത്ര പാടില്ലെങ്കിൽ ഈ അമ്മച്ചി എന്നാ വീഡിയോ ചെയ്യണേന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഇപ്പൊ ഞങ്ങളുടെ വീട് പണിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീട് പണി, നമ്മുടെ മരുന്ന് കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഒത്തിരി. ഇവിടെ അച്ഛന് നല്ല സുഖമില്ലായിരിക്കും. അച്ഛനാണെങ്കിലും 10,000 രൂപ ഒരു മാസം മരുന്ന് മേടിക്കണം. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന തൊഴില് ഇവിടെ ഇരുന്നോണ്ട് നമ്മൾ 10 രൂപയ്ക്ക് പണി എടുക്കാമെന്നുള്ള ഒരു മനസ്സോട് കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും സഹായവും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ചെറിയൊരു വരുമാനം മാത്രമാണിത്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ആ ഒരു ഇൻകം കൂടെ ബേസ് ചെയ്തിട്ട് നമ്മള് ഇതൊരു ജോലി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? ശരിക്കും അമ്മ ഒരു ജോലി ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പൊ വേറൊരു കാര്യമുണ്ട്, നിങ്ങളും ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒക്കെ യൂട്യൂബ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളും ചെയ്യണം. കാരണം നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വീഡിയോസും നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസ് ആയിട്ട് ഇട്ടാൽ നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം കിട്ടും. വലിയ വരുമാനം ഒന്നും പ്രതീക്ഷിക്കരുത്. ചെറിയ നമ്മളെ പോലെ കുഞ്ഞൊരു വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നല്ല കാര്യമാണ്. അമ്മ ഇപ്പൊ പ്രായമായിട്ടിരിക്കുന്ന അമ്മയ്ക്ക് വേറെ ജോലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ? പക്ഷെങ്കിൽ അമ്മയ്ക്ക് കയ്യിൽ ഒരു 10 രൂപ കിട്ടുമ്പോ അതിന്റെ ഒരു സന്തോഷം, ഒരു ബലവും ഉണ്ട്. ശരിയല്ലേ? ഈ ഒരു പ്രായത്തിൽ അമ്മ ഈ വീഡിയോസ് ചെയ്തിട്ടാണെങ്കിലും ചെറിയൊരു വരുമാനം കിട്ടുന്നതിന്റെ ഒരു സന്തോഷമുണ്ട്, ബലമുണ്ട്, ഒരു ആത്മവിശ്വാസം ഉണ്ട്, അല്ലെ? എല്ലാം ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഈ രാത്രിയിൽ കണ്ടില്ലേ വീഡിയോ എടുക്കാൻ വേണ്ടി ഇരിക്കുന്നത് നമ്മുടെ ഒരു ജോലി ആയതുകൊണ്ട് നമുക്കത് ചെയ്യണം എന്നുള്ള ആവശ്യം ഉള്ളത് കൊണ്ടുമാണ് കേട്ടോ. അപ്പൊ നമ്മളപ്പോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാറില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമാണ് അമ്മ. വൈകിട്ടത്തെ ചോറിന്റെ കറിയാണ് ഈ കറി ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാനായിട്ട്. അപ്പൊ അതെ, നമ്മള് വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് മീൻകറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ആദ്യം നമ്മള് കുടംപുളിയാണ് വേണ്ടത്. നമ്മുടെ കുടംപുളിയാണ്. ഒരു 4-5 പുളി, ചെറിയ പുളി, 5 പുളി കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചതച്ച് വെച്ചേക്കുവാണ്. ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഉണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന ഉലുവാപ്പൊടി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മൾ മീൻകറിയിൽ ഉലുവ ഇട്ട് പൊട്ടിക്കുവല്ല ചെയ്യുന്നത്. നമ്മളെല്ലാം ഇതിങ്ങനെ അമ്മ മുൻപേ ഇങ്ങനെ വറുത്ത് വെച്ചിരിക്കുന്നതാണ്, വറുത്ത് പൊടിച്ചേക്കനാണ്. പിന്നെ അതേ നമ്മുടെ മുളക് പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി അമ്മയുടെ കയ്യിലിരിപ്പുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിലെ നമ്മൾ പൊടിക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം. അപ്പൊ നമ്മൾ ഒരു വട്ടക്കലം അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണ ചൂടായി. അപ്പൊ നമ്മൾ ആദ്യം പച്ചമുളകാണ് ഇടുന്നത്. ഈ തവി കൊണ്ട് ഇളക്കുന്ന എന്തിനാ ചേച്ചിട്ട് നീളം ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്റെ കൈ പൊള്ളും. അതിനാണ് നമ്മൾ മരത്തവി എടുത്തത്. അപ്പൊ പച്ചമുളക് വന്ന് വാടിനടുത്ത് നമ്മള്
ചവച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇടുവാണ്. ഇഞ്ചി വെളുത്തുള്ളി അല്ലേ? ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു. അപ്പൊ അതൊന്ന് പതുക്കെ ചുമക്കട്ടെ. അപ്പൊ ഇതൊക്കെ നന്നായിട്ടൊന്ന് ചുമന്നിട്ടുണ്ട്. നമ്മളിത് വാങ്ങി നിലത്തോട്ട് വെക്കാൻ പോവാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് മുളക് പൊടിയൊക്കെ ഇടുമ്പോഴേ കരിഞ്ഞു പോകും. അപ്പൊ വാങ്ങാം നമുക്ക്. വിറകടുപ്പായതുകൊണ്ട് നമുക്ക് ഗ്യാസിലെ പോലെ തീ കുറയ്ക്കാൻ പറ്റത്തില്ല. കുറയ്ക്കാൻ പറ്റൂല. അതാണ് വാങ്ങുന്നത്. ഗ്യാസിലാണെങ്കിൽ നേരെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താലും മതി അല്ലേ? തീ അങ്ങനെ എരിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ നമ്മളൊന്നും ചെയ്യാൻ പറ്റൂലാത്ത ഒരു അവസ്ഥയാണ് അല്ലേ? വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമ്മള് പൊടികൾ ഇടാൻ കൊടുക്കാൻ പോവാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അടുപ്പ്. അപ്പൊ നമ്മുടെ നെല്ലിക്ക അങ്ങനെ സൈഡിൽ അങ്ങനെ ഇരിക്കണോണ്ട് അതിനൊരു ചൂട് എപ്പോഴും കിട്ടിക്കൊണ്ടേ ഇരിക്കും അല്ലേ? അപ്പൊ മുളക് മല്ലിപ്പൊടിയാണ് നമ്മൾ ആദ്യം ഇടുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുള്ളൂ. മീനായിട്ട് 1 സ്പൂൺ മല്ലിപ്പൊടി മതി. ഓക്കെ. അപ്പൊ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്യാണ്ട് അങ്ങ് കാണിക്കോട്ടെ. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ അടുത്ത നമ്മള് പിരിയമുളക് പൊടിയാണ് ഇടുന്നത്. ഓക്കെ. പിരിയമുളക് ഇത്ര ഇട്ടിട്ടുണ്ട്. 3 സ്പൂൺ പൊടി ഇട്ടിട്ടുണ്ട് പിരിയമുളക്. അത് ഇനിയും വേണ്ട. നമ്മള് സാധാ മുളക് പൊടി നമ്മൾ ഇടുന്നുണ്ട്. അത് ഇടുന്നുണ്ട്. ഇച്ചിരി എരിവ് വേണം. മീനൊക്കെ ഇച്ചിരി എരിവൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ഇടുന്നേക്കാൾ ഇച്ചിരി കൂടുതൽ മറ്റുള്ളവർ ഇടണം. അവരൊരു എരിവ് അനുസരിച്ചല്ലേ? അതെ. ഇത്ര ഒരു ചെറിയ സ്പൂൺ 1 സ്പൂൺ എരിവുള്ള മുളകും കൂടി ഇടുന്നുണ്ട്. ഇത്രയും ഇട്ടിട്ട് നിങ്ങൾക്ക് 2 സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. കാരണം എരിവ് കൂട്ടുന്നവർക്ക് ഇച്ചിരി കൂടുതൽ. പക്ഷെ എനിക്ക് എരിവൊന്നും അങ്ങനെ കൂട്ടാൻ പാടില്ല. ഇവിടെ ഞാനും എരിവ് കൂട്ടാം. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഇളക്കുക പതുക്കെ. ഇപ്പൊ തന്നെ ഇത് മൂത്ത് കേട്ടോ. നമ്മുടെ മംഗലത്തിന്റെ ഗുണമാണത്. നമുക്ക് അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ. അപ്പൊ വീണ്ടും അടുപ്പിലെടുത്ത് വെച്ചു അല്ലെ? ഇനിയാണ് ബാക്കി പരിപാടി അല്ലമ്മേ? അപ്പൊ മീൻകറി വലിയൊരു സമയമൊന്നും വേണ്ട കേട്ടോ. ഇനി എന്നാ ചെയ്യുന്നത്? നമ്മൾ ഇനി സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ലേശം ഒഴിക്കണം കേട്ടോ. അതാണ് ഇതിന്റെ കൊഴുപ്പ് കൂടുന്നൊരു ട്രിക്ക് കേട്ടോ. ഒന്നിച്ച് നിങ്ങൾ വെള്ളം ഒഴിക്കരുത്. ലേശം വെള്ളം ഒഴിക്കുക. അതൊന്ന് കുറുകി പറ്റണം അല്ലേ? അപ്പൊ ആ വെള്ളം വലിയുമ്പോ വീണ്ടും ഇച്ചിരി വെള്ളം ഒരു 2 സ്പൂൺ അങ്ങനെ അല്ലേ ഒഴിച്ചു കൊടുക്കണം. ഗ്യാസിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറെ കൂടെ പെട്ടെന്ന് പറ്റും. കാരണം ഇപ്പൊ നമ്മള് അടുപ്പിലെ തീ ഒന്ന് കുറച്ചിട്ടേക്കും അല്ലേ? കുറച്ചേക്കുക. അപ്പൊ അങ്ങനെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ കണ്ടോ, അമ്മ ഭയങ്കര വിഷമിച്ചിരുന്നാട്ടോ ഉണ്ടാക്കുന്നത്. കാരണം വിറകടുപ്പാകുമ്പോ നമ്മള് ഗ്യാസിനെ പോലെ അല്ല, ഇച്ചിരി ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലേ? പക്ഷെ ബുദ്ധിമുട്ടിയാലും ഗുണം ഇതാ, രുചി അല്ലേ? അല്ല പണ്ടൊക്കെ നമ്മളെല്ലാം നമ്മൾ വിറകടുപ്പിൽ എഴുതി വെച്ചോണ്ടിരുന്ന മീന, ഇറച്ചി, പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കുന്ന നമ്മള് വിറകടുപ്പില്ല. ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിലെ ഗ്യാസ് വന്ന് എല്ലാരും ഈ മടി പഠിച്ച് ഇപ്പൊ അടുപ്പിൽ കത്തിക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എല്ലാരും പഴയതുപോലെ വിറകിലേക്ക് ആയിക്കോളൂ. വിറവ് കിട്ടാനില്ല കേട്ടോ. പക്ഷെ ചില വീടുകളിൽ വിറക് കത്തിക്കാനും പറ്റത്തില്ലല്ലോ. ഉദാഹരണം നമ്മുടെ കൂത്താട്ടത്തെ വീട്ടില് വിറക് കത്തിക്കണമെങ്കിൽ വീടിനൊന്നും അടുപ്പില്ല. ഇല്ല, നമ്മള് കൂത്താട്ടാണെങ്കിൽ പുറത്ത് വിറകടുപ്പ് ഉണ്ടാക്കിയാലേ കത്തിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ അത് മൂത്തിട്ടുണ്ട്, അത് ചൂടായി. നമുക്ക് അടുത്ത നമ്മുടെ പുളിവെള്ളം ഒഴിക്കാം. നമ്മുടെ കുടംപുളിയും വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. നമ്മുടെ പുളി അല്ലേ? പുളിയും വെള്ളം ഒഴിച്ചു. കറിവേപ്പില ഇട്ടിട്ടില്ല. നല്ല കറിവേപ്പില ഇടുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നതിന് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇടയ്ക്ക് കയറി പറഞ്ഞ അമ്മേനെ പറയുന്നത് ശല്യപ്പെടുത്തുവാന്ന് വിചാരിക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഞാൻ പറയുമ്പോ ഒരു റെസ്റ്റ് അല്ലേ? ഞാൻ എന്തോരം പറയണില്ല ഞാനിവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാലും ഈ അമ്മ എന്നോട് പറയടാ ഒന്ന് പറയടാ നീ ഒന്നിടയ്ക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയും. അപ്പൊ എനിക്കൊരു ആശ്വാസമാവും പറയുമ്പോ. അപ്പൊ നമ്മളൊരു സ്വല്പം കല്ലുപ്പായിടുന്നത്. അതുകൊണ്ട് ഈ അമ്മ എന്നെ നിർബന്ധിച്ച് പറയിപ്പിക്കുന്നുണ്ട് പറയാൻ. കല്ലുപ്പിടുന്നുണ്ട്. അമ്മ പറയുന്ന ഫ്ലോ അങ്ങ് ഞാൻ പറയുമ്പോ പോകുന്ന പറയുന്നത്. പക്ഷെ അമ്മ ഞാൻ പറയുമ്പോ അമ്മയ്ക്ക് ഇച്ചിരി ശ്വാസം എടുക്കാനുള്ള സമയമാണ്. വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം. ഓക്കെ. വെള്ളം ഇച്ചിരി പുറത്തേക്ക് പോയി പേടിക്കണ്ട. അമ്മ ശക്തമായിട്ട് ഒഴിച്ചുകൊണ്ട് പറ്റിയതല്ലേ അമ്മ? അപ്പൊ മഞ്ഞൾപ്പൊടി നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് ശകലം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുവാണ്. മതി. അപ്പൊ ഒഴിച്ചു. ഇനി നമ്മൾ ഇത് മൂടി വെച്ച് തിളപ്പിക്കണം അല്ലേ? മൂടുന്നില്ല, ഇത് മൂടൂല്ല. ഇല്ല, മൂടണ്ട അല്ലേ? ഇത് തിളക്കട്ടെ. അപ്പൊ തെറ്റിപ്പോയിട്ടോ, എനിക്ക് മൂടത്തില്ല. അമ്മ കറിവേപ്പില ഇടുവോ? ഇപ്പൊ ഇടൂല്ല. ഇപ്പൊ കറിവേപ്പില ഇടുന്നില്ല അല്ലേ? അപ്പൊ നമ്മുടെ ഇപ്പൊ ഇതിന്റെ അകത്ത് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3 അല്ലേ ഉള്ളൂ. അത് പിന്നെ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഇപ്പൊ ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ച്
അതിന്റെ എസൻസ് ഒക്കെ ഇറങ്ങി സെറ്റ് ആവുക എന്നുള്ളതാണ്. ഇപ്പൊ മീൻ പിറക്കിയിടുകയോ ചെയ്യലും. അപ്പൊ അത് സെറ്റ് ആയതിനു ശേഷമാണ് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ മീൻ ഇതിന്റെ അകത്തേക്ക് ഇടാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തിളക്കട്ടെ. അപ്പൊ അതേ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കഴുകി വെച്ചിരുന്ന മീൻ കഷ്ണം അതിനകത്ത് പറക്കിയിടാം. നിരത്തിയിടാൻ നോക്കണം അല്ലേ? അപ്പൊ ഇതേ നമ്മുടെ മീൻ കഷ്ണത്തിന് അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന മീൻ കറിയുടെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന നമ്മുടെ നെല്ലിക്ക ഉണങ്ങുന്നതാണ് കേട്ടോ, കരിനെല്ലിക്ക. അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട് അല്ലേ? എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇപ്പൊ നെല്ലിക്കയ്ക്ക് ഭയങ്കര വിലക്കുറവാണ്. ഒരു കറി ഇല്ലെങ്കിൽ നമുക്ക് ചോറുണ്ടാൻ പറ്റും. അല്ല, ഇത് ഇങ്ങനെ കറപ്പിച്ച് വെച്ചിരുന്നാലും ഇങ്ങനെ ഇരുന്നു എത്ര നാൾ വേണേലും ഇരിക്കും. അപ്പൊ ഇത് നമ്മൾ ഇട്ടിനി നമ്മൾ കറിവേപ്പില ഉലുവാപ്പൊടിയും ചേർക്കാൻ പോകുന്നത്. ഉലുവാപ്പൊടി ഇപ്പൊ ചേർക്കൂലമ്മേ? ഓക്കെ. അപ്പൊ മീൻകറിയുടെ പരിപാടി കഴിയുവാണ് ശരിക്കും പറഞ്ഞല്ലേ? ഇനിയുണ്ട് ഇതിനകത്ത് ചേർക്കാൻ. ആണോ? ഇത്രയും ഉലുവാപ്പൊടി നമ്മൾ വറുത്ത് പൊടിച്ച ഉലുവയാണ്. അത് ഇത്രയും പൊടി ഇടുന്നുണ്ട്. അപ്പൊ ഈ മീനിന്റെ ചൂയി ഒരു ഇതൊക്കെ മാറി നമ്മൾ ഉലുവാപ്പൊടി അങ്ങ് ചെല്ലുമ്പോഴേ ഉലുവ ഇട്ട് പൊട്ടിച്ചാൽ ഇത്രയും രുചി വരത്തില്ല. അപ്പൊ നമ്മുടെ കറിവേപ്പില. അപ്പൊ കറിവേപ്പിലൊക്കെ ആയി, മഴയൊക്കെ ഒരു ഇടമഴ പെയ്തോണ്ട് നമുക്ക് കറിവേപ്പിലൊക്കെ ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. അപ്പൊ നീ കറിവേപ്പില ഇങ്ങനെ കറിവേപ്പില നമ്മൾ നേരത്തെ ഇടൂല്ല, മീനിന്റെ പുറത്തായിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇനി ഇളക്കൂല, നമ്മൾ അടച്ചു വെക്കുക. ഇനി അടച്ച് ചെറുതീയോടെ ഇരുന്ന് ഇത് വെന്തങ്ങോട്ട് പറ്റട്ടെ. ഇനി ഇതിനകത്തോണ്ട് ഒരു കൂട്ടം സാധനം കൂടെ ചേർക്കാൻ, അത് ലാസ്റ്റ് അല്ലേ? അപ്പൊ നമ്മുടെ മീൻകറി ഉണ്ടാക്കുന്നതിന്റെ ഒരു 3/4 ഭാഗവും കഴിഞ്ഞു. എന്ത് എളുപ്പം അല്ലേ? ആർക്കും ഒരു കുക്കിംഗ് അറിയില്ലാത്തവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് മീൻകറി അല്ലേ? മീൻകറി. ഇനി ഇതിന്റെ അകത്ത് അല്ല, ഇനി ഒരു കാര്യമുണ്ട്. ഇനി കറിയുടെ ഏറ്റവും ടേസ്റ്റ് കൂടുന്ന ഐറ്റാണ് ഇനി ചെയ്യാൻ പോകുന്നത് അല്ലേ? ഇത് തിളച്ചു കഴിഞ്ഞാണല്ലേ? അപ്പോഴാണ് കറിയുടെ ടേസ്റ്റും ലുക്കും മൊത്തത്തിൽ മാറി നിങ്ങളുടെ കറി സൂപ്പർ ഹിറ്റ് ആവുന്നത്. അപ്പൊ നമ്മുടെ മീൻകറി ഇനി പതുക്കെ ആ കല്ലിലിരുന്ന് അങ്ങനെ വേവട്ടെ. നമ്മൾ തീയൊന്നും ഇനി ഇരിക്കുന്നില്ല. അപ്പൊ നമുക്കിനി കുറെ നേരം കഴിഞ്ഞിട്ട് വന്ന് നോക്കാം നമ്മുടെ മീൻകറി ഏത് ഇവിടെ ഇനി വെച്ചിട്ട് അങ്ങ് പോയാൽ മതി. തീയത്ത് നമുക്ക് ഇനി മാറാം. പക്ഷെ വേറൊരു കാര്യമുണ്ടെങ്കിൽ ഗ്യാസിലാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് പോകരുത്. ഇനി ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. അത് ഇതൊന്ന് നല്ലപോലെ തിളച്ച് ഒന്ന് വെന്ന് കഴിഞ്ഞിട്ടാണ് ആ സാധനം. അതായത് ഇതിനകത്ത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ടേസ്റ്റ് മേക്കർ ചേർക്കുന്ന ലാസ്റ്റ് ആണ്. അപ്പൊ അതുവരെ നമുക്ക് റെസ്റ്റ് എടുക്കാം. അപ്പൊ എന്നിട്ട് മീൻ സെറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് വന്ന് ബാക്കി ഫൈനൽ സാധനം കൂടെ ചേർത്ത് മീൻ മാറ്റാം അല്ലെ? അപ്പൊ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു സമയത്ത് നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റിനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ചാനൽ കാണുന്നത്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക അല്ലെ? ഇതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളിത് എഴുന്നേറ്റ് മാറുകയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ മീൻ ഇങ്ങനെ അടുപ്പിലിരുന്ന കല്ലിലിരുന്ന് നല്ലപോലെ തിളച്ച് അത് പറ്റിയിട്ടിട്ട് നല്ല വാസന ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അപ്പുറത്തിരിക്കണം. അപ്പൊ ഈ മീൻ വെന്ത മണം അപ്പുറത്ത് വന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് വന്നിപ്പോ ഒന്ന് തുറന്നു നോക്കാം ഇത് ഏത് രീതിയിലായത് നമുക്ക് നോക്കാം. ഗ്യാസിലെ പോലെ നമ്മൾ 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മുടെ കല്ലിലിരുന്ന് അതങ്ങനെ വെന്ത് അവിടെ ഇരുന്നോളും നമുക്ക്. ഇപ്പൊ നമ്മളിത് തീയൊന്നും ഇല്ല, ആ ഒരു കനലിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. നന്നായിട്ട് അങ്ങനെ തിളച്ച് ചാറിനൊക്കെ നല്ല കൊഴുപ്പായി. ഇനിയും വീണ്ടും നല്ല സെറ്റ് കൊഴുപ്പിലേക്ക് മാറ്റാൻ പോകുന്നു. ചാറൊക്കെ കൂടുതൽ വേണം, അല്ലെങ്കിൽ കല്ലൊക്കെ കഴിക്കാനൊക്കെ നല്ല ചാറ് വേണം. അപ്പൊ നമ്മൾ ആ ചാറ് കൊണ്ടുകൊണ്ട് സാധനം നമ്മൾ ചേർക്കുന്നുണ്ട്. ഒരു ചെറിയൊരു കുഞ്ഞു മുറി തേങ്ങ നമ്മൾ നന്നായിട്ട് അത് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒരുപാട് തിളയ്ക്കണ്ട. അതാ ഞാൻ പറഞ്ഞ വലിയൊരു സാധനമുണ്ട്. അപ്പൊ ചാറ് നല്ല പൊരിപ്പാകും. അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ശകലം ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ ജാറൊന്ന് കഴുകി അങ്ങോട്ട് ഒഴിക്കുവാണ്. ഇനി പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. പച്ചവെള്ളം ഒരു കാരണവശാലും ഒഴിക്കരുത്. നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വീണ്ടും കനലിൽ തന്നെ വെച്ചേക്കും അല്ലേ? ഒരു ശകലം നേരം കൂടെ ഒന്ന് ഇരിക്കണം. അതൊന്ന് പതുക്കെ തിളച്ച് വരണം. ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഒരു ശകലം ഉപ്പും കൂടെ ചേർക്കണം. ഇത് ഇത്രയും പൊടിയുപ്പൊടാണ് ഇപ്പൊ നമ്മൾ ഇടുന്നത്. ഇനി ഉപ്പ് കല്ലല്ല ഇട്ടത്. ആദ്യം നമ്മൾ കല്ലിട്ടു, ഇപ്പൊ നമ്മൾ പൊടിയാണ് ഇട്ടത്. അപ്പൊ ഇനി ഒരുപാട് വേവുണ്ട്, അതിനാണ് നമ്മൾ കല്ലുപ്പ് പൊടിയുപ്പിട്ടത്.
ഇനി നമ്മൾ അടയ്ക്കണ്ട, തുറന്നു വെച്ചാൽ മതി അല്ലേ? ഇനി തുറന്നു വെച്ചത് തിളച്ചു വരണം. തീയൊക്കെ ഒന്ന് പെരുക്കി കൊടുക്കാം ഇനിയില്ലമ്മേ. ഒന്ന് പെരുക്കി അതിന് പെരുക്കുക എന്നാ പറയുന്നല്ലേ? ഊതി പെരുക്കുക. തീ ഊതി ഒന്ന് പെരുക്കി. ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നല്ലേ? ഒരു കുഞ്ഞൊരു കൊതുമ്പും ഒക്കെ വെച്ചിട്ട് പയ്യെ ഒന്ന് ചെറു തീ ഉണ്ടാക്കിയെടുത്ത്. ഇത് നോക്കിയാൽ ഞങ്ങൾ വീശാൻ മാത്രമല്ല വീശുപാളം ഉപയോഗിക്കുന്നത്. അടുക്കളയിൽ നമ്മൾ തീ കത്തിച്ച് അത് പെരുക്കാനും ഞങ്ങളിത് വീശാമ്പാളയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഒരൊറ്റ ഊതുകൊണ്ട് തന്നെ കത്തി അല്ലേ? അപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ അരച്ച് ചേർത്തായിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ മീനിന്റെ ഫൈനൽ സ്റ്റേജ് അല്ലേ? പക്ഷെ വേറൊരു കാര്യം കൂടെ, ഈ മീൻകറി ഇന്ന് രാത്രിയിൽ അല്ല കഴിക്കുന്നത് അല്ലേ? പക്ഷെ നമ്മൾ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് രാത്രി കഴിക്കും, അത് വേറൊരു സംഭവം. പക്ഷെ ശരിക്കും കഴിക്കേണ്ടത് നാളെയാണ് ഈ മീൻകറി ഇരുന്ന് സെറ്റായി കഴിക്കേണ്ടത്. നാളെ ഇപ്പൊ ഞങ്ങള് രാവിലെ ദോശയാണോ ഇഡ്ഡലിയാണോ ഉണ്ടാക്കുന്ന അറിയാൻ വയ്യ. ദോശയാണെങ്കിൽ ഈ മീൻകറിയും ദോശയും കഴിക്കാം അല്ലേ? ഈ മീൻകറി ഇഡ്ഡലിയും കൂടെ കഴിക്കും. നിങ്ങൾക്ക് പൊറോട്ട ഉണ്ടെങ്കിലും ഈ മീൻകറിയും ഈ ഇഡലി പൊറോട്ട കഴിക്കാം. ചപ്പാത്തിക്കോ ചോറിനോ കപ്പയ്ക്കോ ചക്കയ്ക്കോ, ഇച്ചിരി ചക്ക ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കാര്യം പറഞ്ഞല്ലേ? അത് കഴിക്കണമെങ്കിൽ സെറ്റപ്പാണ്. അപ്പൊ നോക്കിയാൽ എന്തൊരു എളുപ്പത്തിലാണ് നമ്മൾ ഈ മീൻകറി ഉണ്ടാക്കിയത് അല്ലേ? ചിലപ്പോൾ വീഡിയോക്ക് ഇച്ചിരി ലെങ്ത് കൂടിയിട്ടുണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫുൾ ഇങ്ങനെ കാണിച്ചത് കൊണ്ട് നമ്മുടെ ചില വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇച്ചിരി ലെങ്ത് കൂടിയത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അത് തന്നെ. പിന്നെ ഞങ്ങൾ ഒന്നും കൂടെ പറയുകയാണ്, ഞാനും അമ്മയും കൂടെ സംസാരിക്കാനുള്ള കാരണമൊക്കെ ഞങ്ങൾ പറഞ്ഞു ഇന്നത് കൊണ്ടാണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അത് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ? അപ്പോൾ വീഡിയോ അമ്മയ്ക്ക് വയ്യെങ്കിലും നമുക്ക് വീഡിയോ എടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്ത്. അപ്പൊ നമ്മൾ വാങ്ങി വെച്ചപ്പോഴും ചെറിയ തിളയുണ്ട്. നമ്മൾ ഇച്ചിരി താമസം വന്ന് എടുക്കാനൊക്കെ കണ്ടോ? കാരണം വാങ്ങി വെച്ചിട്ട് കുറച്ച് സമയം, ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞ് അല്ലേ? അതാണ് മംഗലത്തിന്റെ ഗുണവും അടുപ്പി വെച്ച് നമ്മൾ വേവിക്കുന്ന സാധനത്തിന്റെ ഗുണം. എപ്പോഴും അതൊക്കെ തിളച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ നല്ല മീൻകറി, നല്ല ചാറോട് കൂടിയുള്ള മീൻകറി ശരിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നാളെ ഇപ്പൊ രാവിലെ നമുക്ക് ചപ്പാത്തി കഴിക്കുക, പൊറോട്ട കഴിക്കുക, എന്നെ വേണേലും കഴിക്കാം. നാളെയാണ് ഈ ചപ്പാത്തി ഇവിടെ ഇല്ല, പൊറോട്ട ഇവിടെ ഇല്ല, ഇവിടെ ഉള്ള ദോശയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ദോശ കഴിക്കാം. അത് കൂട്ടി ഞങ്ങളിപ്പോ കഴിക്കും. നാളെ രാവിലെ ഞങ്ങള് ദോശയോ ഇഡ്ഡലിയോ എല്ലാം ഉണ്ടാക്കിയിട്ട് ഇനി ചാറ് കൂട്ടി കഴിക്കും. പിന്നെ ഞങ്ങള് ചോറും കഴിക്കും. ഒരു 3 ദിവസത്തേക്ക് ഉണ്ട്. ഞങ്ങൾക്ക് ഇതൊരു 3 ദിവസത്തേക്ക് ഉണ്ട് ഈ മീൻകറി. വേറെ ഒരു കറി ഇല്ല ഞങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് ഈ മീൻകറി ഇഷ്ടപ്പെട്ട് കാണും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.